നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിൽ തീമഴ പെയ്യിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്? ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് ട്രംപ് എന്നുള്ള സംശയം ഉടലെടുക്കുന്നു. ഇസ്രയേലിന്റെ ആയുധപ്പുരകൾ നിറച്ചുകൊണ്ട് അവരെ ശക്തരാക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ തിരക്കിട്ടുള്ള ചില നീക്കങ്ങൾ. വൈറ്റ് ഹൗസിൽ ഒരു ചർച്ച നടക്കുന്നു. അതിനുശേഷം ഒരു നിർണായക തീരുമാനം ട്രംപ് എടുക്കുന്നു. ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന നീക്കമാണ് ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യ ഒരു ഘോര യുദ്ധത്തിന്റെ വക്കിലാണ്. അതായത് നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് പശ്ചിമേഷ്യ. എപ്പോൾ വേണമെങ്കിലും അതൊരു വൻ യുദ്ധത്തിലേക്ക് കലാശിക്കാം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ പശ്ചിമേഷ്യ പുകഞ്ഞു നിൽക്കുമ്പോൾ തന്നെയാണ് അമേരിക്കയുടെ ആയുധം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇടപെടൽ കൂടി വന്നിരിക്കുന്നത്. അതായത് ഇസ്രയേലിന് മാത്രമല്ല, അറബ് രാജ്യങ്ങൾക്ക് കൂടി ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഇറാനെ നേരിടാൻ ഇവരെ എല്ലാവരെയും ശക്തരാക്കുന്ന അമേരിക്ക. കൂടാതെ വൻ ആയുധ കച്ചവടവും കൂടിയാണ് ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്നത്. ട്രംപ് നല്ല ഒന്നാം തരം കച്ചവടക്കാരനാണല്ലോ. അതും ഒരു വഴിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഒരു വഴിക്കൂടെ ആയുധ കച്ചവടവും മറുവഴിക്ക് ഇറാന് മേൽ തീമഴ പെയ്യിക്കാനുള്ള നീക്കവും. ഇറാൻ യുദ്ധത്തിലെ വെടിനിർത്തൽ കൂടുതൽ ദുർബലമാകുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ, കുവൈറ്റ്, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളുമായി ആയുധ വിൽപ്പന കരാറിന് അംഗീകാരം നൽകി ഡൊണാൾഡ് ട്രംപ്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ലേസർ ഗൈഡൻസ് സംവിധാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിനായാണ് US അടിയന്തര സ്വഭാവത്തോടെ ഇപ്പോൾ തിരക്കിട്ടുള്ള നീക്കം നടത്തുന്നത്. സാധാരണ നിലയിലുള്ള കോൺഗ്രസ് അവലോകനം ഒഴിവാക്കി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ കരാറുകൾക്ക് വേഗത്തിൽ അംഗീകാരം നൽകുകയായിരുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും കൃത്യതയാർന്ന ലേസർ ഗൈഡഡ് ആയുധങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. മേഖലയിലെ സുരക്ഷാ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണ് അമേരിക്ക ഈ നിർണായക തീരുമാനം എടുത്തിരിക്കുന്നത്. ഇന്ധന പ്രതിസന്ധിയും സംഘർഷ സാധ്യതകളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ സൈനിക സഹായം എത്തിക്കുന്നത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട വിവരമനുസരിച്ച് ഏകദേശം $9 ബില്യൺ കരാറുകൾക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. BAE സിസ്റ്റംസ് നിർമ്മിച്ച $992.4 ദശലക്ഷം മൂല്യമുള്ള 10,000 അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റം 2 ഓളപ്പ് റൗണ്ടുകൾ ഇസ്രയേലിന് വിൽക്കാൻ വകുപ്പ് അനുമതി നൽകി. $2.5 ബില്യൺ വരെ വിലമതിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ബാറ്റിൽ കമാൻഡ് സിസ്റ്റങ്ങളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ കുവൈറ്റിന് അനുമതി ലഭിച്ചു. നോർത്രോപ്പ് ഗ്രൂമൻ കോർപ്പറേഷൻ, RTX കോർപ്പറേഷൻ, ലോക്ഹീഡ് മാർട്ടിൻ കോർപ്പറേഷൻ എന്നിവയാണ് ഈ വിൽപ്പനയിലെ പ്രധാന കരാറുകാർ. ഖത്തറിന് 200 പാട്രിയറ്റ് അഡ്വാൻസ്ഡ് കേപ്പബിലിറ്റി 2 ഗൈഡൻസ് എൻഹാൻസ്ഡ് മിസൈൽ ടാക്ടിക്കൽ ഇന്റർസെപ്റ്ററുകളും 300 PAC-3 മിസൈൽ സെഗ്മെന്റ് എൻഹാൻസ്മെന്റ് ഇന്റർസെപ്റ്ററുകളും 4.01 ബില്യൺ വരെ വിലമതിക്കുന്ന അനുബന്ധ ഉപകരണങ്ങളും വിൽക്കുന്നതിനും വകുപ്പ് അംഗീകാരം നൽകി. ലോക്ഹീഡും RTXുമാണ് ഈ വാങ്ങലിലെ പ്രധാന കരാറുകാർ. മറ്റൊരു കരാറിൽ $992.4 ദശലക്ഷം വരെ വിലമതിക്കുന്ന 10,000 APKWS-2 ഓളപ്പ് റൗണ്ട്സ് അഡ്വാൻസ്ഡ് അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ ഖത്തറിന് അനുമതി ലഭിച്ചു. UAEക്ക് $147.6 ദശലക്ഷം വരെയുള്ള APKWS അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങൾ വിൽക്കുന്നതിനും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതി നൽകിയിട്ടുണ്ട്. ഈ ആയുധങ്ങൾ ഉടൻ വിൽക്കേണ്ട അടിയന്തര സാഹചര്യം നിലവിലുണ്ടെന്നും ഇത്തരം വേഗത്തിലുള്ള കൈമാറ്റം അമേരിക്കയുടെ ദേശീയ സുരക്ഷാ താൽപ്പര്യങ്ങൾക്കുള്ളതാണ് എന്നും റൂബിയോ വിശദീകരണം നൽകിയതായി വകുപ്പിന്റെ പ്രസ്താവനകളിൽ പറയുന്നു. സാധാരണഗതിയിൽ ആയുധ വാങ്ങലുകൾ കോൺഗ്രസിന്റെ അവലോകനത്തിന് വിധേയമാണ്. കൂടാതെ ഉപഭോക്താക്കളും വിതരണക്കാരും തമ്മിലുള്ള ചർച്ചകളിലൂടെയാണ് അളവും വിലയും നിശ്ചയിക്കുന്നത്. സ്റ്റേറ്റ് സെക്രട്ടറി മുൻപ് മാർച്ചിലും പശ്ചിമേഷ്യൻ സഖ്യകക്ഷികൾക്ക് വേഗത്തിലുള്ള ആയുധ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ സൈനിക നീക്കം ആരംഭിച്ചതിന് പിന്നാലെ മേഖലയിലെ പല രാജ്യങ്ങളും ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കിരയായിരുന്നു. സുപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് സംഘർഷത്തിന്റെ ആദ്യ നാളുകൾ മുതൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇത് ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് പുരോഗതിയില്ലാതെ തുടരുന്നത് ആകാശ ആക്രമണങ്ങൾ പുനരാരംഭിച്ചേക്കാം എന്ന ഭീതി വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് പുതിയ ആയുധ കച്ചവടത്തിന്റെ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. ഇറാനുമായുള്ള സൈനിക നീക്കങ്ങൾ അവസാനിച്ചുവെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് കത്തും അയച്ചു. ഏപ്രിൽ 7 മുതൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പാലിക്കുന്നുണ്ടെന്നും അതിനാൽ പോരാട്ടം അവസാനിച്ചതായിട്ടുമാണ് ട്രംപിന്റെ നിലപാട്.
പക്ഷേ ഇപ്പോഴും ഹോർമുസ് ഒരു സംഘർഷ മേഖലയാണ്. പശ്ചിമേഷ്യയും എപ്പോൾ വേണമെങ്കിലും കത്തിപ്പടരാം എന്ന നിലയിൽ നിൽക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിച്ചു എന്ന് ട്രംപിന് പറയാൻ കഴിയുക? ആണവ കരാറിൽ ഒപ്പുവെപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പൂർണ്ണമായും ഈ യുദ്ധം അവസാനിച്ചു എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, എന്ത് ആത്മവിശ്വാസത്തിലാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്നുള്ള ചോദ്യം ശക്തമാകുന്നു. മറ്റൊരു വഴിക്കൂടെ ഇസ്രയേൽ എപ്പോൾ വേണമെങ്കിലും ഇറാനെ കയറി അടിക്കാം എന്നുള്ള ഒരു ശക്തമായ നീക്കത്തിൽ നിൽക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ തൊട്ടാൽ പൊട്ടും എന്നുള്ള അവസ്ഥയിലാണ്. അതായത് ഇറാനും ഇസ്രയേലും ഒരു തരത്തിലും മെരുങ്ങാൻ സാധ്യതയില്ല. ഇറാന്റെ ഭരണകൂടത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്തിട്ടും ഇപ്പോഴും IRGC തലപൊക്കി തന്നെ നിൽക്കുകയാണ്. അവർ അതിശക്തമായ ആക്രമണങ്ങൾക്ക് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ അവരുടെ നശിപ്പിക്കപ്പെട്ട മിസൈൽ കേന്ദ്രങ്ങളും ആണവ പരീക്ഷണ കേന്ദ്രങ്ങളുമെല്ലാം പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരു നീക്കത്തിലേക്കും ഇറാൻ കടക്കുന്നു. ഇത് ഇസ്രയേലിനെ ചൊടിപ്പിക്കുന്നുണ്ട്. ഇറാനെ പൂർണ്ണമായും അടിച്ചില്ലാതാക്കുക, IRGCയുടെ തല പിളർക്കുക, അവരെ മുച്ചൂടും മൂടിപ്പിക്കുക, അവരുടെ ആയുധം താഴെ വെപ്പിക്കുക, ഇതൊക്കെയാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങൾ കാണാതെ ഒരു കാലത്തും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാകില്ല. ഈ യുദ്ധം തുടങ്ങിയത് ഞങ്ങളാണെങ്കിൽ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് ഇസ്രയേൽ പറയുന്നു. ഈ യുദ്ധം തുടങ്ങിയത് നിങ്ങളാണെങ്കിൽ ഇത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന് ഇറാനും പറയുന്നു. അങ്ങനെ ഇരു കൂട്ടരും തമ്മിൽ കടിപിടി കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. വാക്പോർ എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണത്തിലേക്ക് കടക്കാം. കാരണം അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ കരാറിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫെബ്രുവരിയിൽ ഇസ്രയേൽ ഇറാനെ കയറി അടിച്ചത്. അങ്ങനെ തങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇസ്രയേൽ ഉറപ്പായിട്ടും ഇറാനെ കയറി അടിക്കും. അവിടെ അമേരിക്കയുടെ വാക്കും കേട്ട് നിൽക്കില്ല. എന്തായാലും ഇപ്പോൾ ഇസ്രയേൽ ഒന്ന് സംയമനം പാലിക്കുന്നു എന്നേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും അവർ ആയുധമെടുക്കും, ഇറാന് നേർക്ക് തൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ ഒരു സംഘർഷാവസ്ഥയ്ക്ക് നടുവിൽ പശ്ചിമേഷ്യ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ $9 ബില്യൺ ആയുധ കച്ചവടം ഇസ്രയേലിനും മറ്റ് രാജ്യങ്ങൾക്കും അമേരിക്ക നടത്തിയിരിക്കുന്നത്. ഇതെന്തൊക്കെയോ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ളത് ഏകദേശം വ്യക്തമാകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.